അങ്ങനെ ഇവള് തിരിച്ചു വരുന്ന വഴിക്ക് വഴിയില് പരിക്ക് വെച്ച് കിടന്ന ഒരാള് ഇവളോട് അയാളെ രക്ഷിക്കാനായിട്ട് പറയുന്നു. ഇവൾക്ക് എത്ര രൂപ വേണമെങ്കിലും അയാളെ കൊടുക്കാമെന്ന് പറയുന്നു. പൈസയുടെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇവളും അവനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ അവനെ ഉപദ്രവിച്ചാല് ഇവ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇവനെ കൊല്ലാനായിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നു. ഇവളോട് ജീവൻ വേണമെങ്കിൽ നീ ഓടി രക്ഷപ്പെട്ടോളാനായിട്ട് പറയുന്നു. അവൾ അവിടെ നിന്ന് പോകുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ആ കൊലയാളിയുടെ കയ്യിൽ നിന്ന് ഇവള് ഹീറോയെ രക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം പിറ്റേന്ന് ഇവൻ ഓക്കെ ആവുമ്പോ അവൻ അവൾക്ക് ഒരു ചെക്ക് കൊടുത്തിട്ട് എത്ര രൂപ വേണമെങ്കിലും എഴുതിയെടുത്തോളാനായിട്ട് പറയുന്നു. പക്ഷെ അവൾക്കപ്പോ ആ പൈസ അങ്ങനെയായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പൈസയോട് ഒരു താല്പര്യമില്ല എന്ന് അവള് പറയുന്നു. അത് കേട്ട് അവനും ഒന്നും പറയുന്നില്ല. എന്നാൽ അപ്പോഴേക്കും അവിടെ ഒരു പാറ്റയെ കണ്ട് ഇവന്റെ ദേഹത്തോട്ട് പെട്ടെന്ന് വീഴുന്നു. അത് കണ്ടുകൊണ്ട് അവളുടെ അമ്മയും അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നിട്ട് ഇവളോട് ഇതാരാണെന്ന് ചോദിക്കുന്നു. അപ്പൊ അവള് പെട്ടെന്ന് അറിയാത്ത ഒരാളാണെന്ന് പറഞ്ഞാല് മോശമല്ലേ എന്ന് വിചാരിച്ച് അത് അവളുടെ ബോയ് ഫ്രണ്ട് തന്നെയാണെന്ന് പറയുന്നു. അത് കേട്ട് അവനാകെ ഷോക്ക് ആവുന്നു. എന്നിരുന്നാലും ഈ പെൺകുട്ടി കാണാൻ നല്ല സുന്ദരിയാണല്ലോ, അതുകൊണ്ട് ഇവളെ എങ്ങനെ കല്യാണം കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് അവളുടെ അമ്മയോട് അതെ ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ട് തന്നെയാണ്, എപ്പോ വേണമെങ്കിലും ഞാൻ ഇവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു.